വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ അത് ബ്രിട്ടീഷ് ബ്യൂട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ ട്രയംഫ് സ്പീഡ് 400 ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾ തമ്മിൽ കണ്ടപോലെ ചെറിയൊരു നൈസായിട്ടുള്ള റിവ്യൂ ആണ്, ചെറിയൊരു ടെസ്റ്റ് റൈഡ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ട്രയംഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സ്പെക്കൊക്കെ പറഞ്ഞു. ഒരു സാധാരണക്കാരൻ നമ്മുടെ ട്രയംഫിൻ്റെ ഇങ്ങനെ ഒരു മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു 400cc ബൈക്ക്, ട്രയംഫിൻ്റെ ഒരു ബൈക്ക് കാണുമ്പോഴത്തേക്ക് അവന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഒരു വണ്ടി കണ്ടിട്ടുണ്ടാവും, ഒരുപാട് റിവ്യൂസും യൂട്യൂബിലൊക്കെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം 1 year അടുപ്പിച്ചേക്കാം. ഞാൻ യൂട്യൂബിൽ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് 1 year മുന്നേക്കാണ് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴാണ് വണ്ടി കിട്ടിയത് കേട്ടോ. അപ്പോൾ കിട്ടുമ്പോൾ നമ്മളൊരു ആസ് എ മോട്ടോ വ്ളോഗർ വീഡിയോ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ എന്ന് നമ്മുടെ കാസ്പിയൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അത് ടാങ്കിൽ മാത്രമാണ് നമുക്ക് ആ ബ്ലൂ കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഈ ഒരു സൈഡിൽ ഒരു സ്ട്രിപ്പ് പോലെ ഒരു ലൈറ്റ് ഗ്രേ വന്നിട്ട് പിന്നെ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. അത് റെട്രോ ലുക്കിംഗ് ആണ് വരുന്നത്. ഭയങ്കര മിനിമൽ ലുക്കിംഗ് ആണ്. ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷൻ ആയാലും ആ ഒരു മീറ്ററിൻ്റെ പോർഷൻ ആയാലും ഹാൻഡിൽ ബാർ ആയാലും മിനിമലായിട്ടാണ് വണ്ടിയുടെ ലുക്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കാരണം അത് റെട്രോ ബൈക്ക്, ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ട്രയംഫ് പോലുള്ളൊരു ബ്രിട്ടീഷ് ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇന്ത്യക്കാർക്ക് ഇത്രയും മോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു 400cc ബൈക്ക് ശരിക്കും ഒരു ലോഞ്ച് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ കരുതിയില്ല ഇങ്ങനെ ഒരു ട്രയംഫിൽ നിന്ന്. ട്രയംഫ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും, ഭയങ്കര ഒരു പ്രീമിയം ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ്, ഒരു 1000cc അല്ലെങ്കിൽ 700cc അങ്ങനെയുള്ള ബൈക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർ ഇന്ത്യക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ബൈക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്ത ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഒരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ട്രയംഫാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെ കേട്ടിട്ടുണ്ടോ, നമ്മുടെ ബജാജുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വന്ന സമയത്ത് ഇതൊരു 400cc ബൈക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് ചുമ്മായെങ്കിൽ തള്ളിയ കാര്യമാണ്. ഇതിൽ ഡോമിനോ 400 എഞ്ചിനായിരിക്കും ബജാജുമായിട്ട് കൊളാബ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡോമിനോ 400 എഞ്ചിനായിരിക്കും വരുന്നതെന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ആ ഒരു പറച്ചിലിന് യാതൊരു ഒരു ശതമാനം പോലും സത്യമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ പ്യൂർലി ആയിട്ടുള്ള പ്യൂർ ട്രയംഫിൻ്റെ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മൾ നോർമലി ബൈക്സിൽ കാണുന്ന ലെഫ്റ്റ് സൈഡാണ് നമുക്ക് ചെയിൻ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ വന്നപ്പോഴത്തേക്കും റൈറ്റ് സൈഡാണ് വരുന്നത്. അതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ ബൈക്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ചെയിൻ ഡ്രൈവൊക്കെ വരുന്ന ഒരു മോഡൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലും അവർക്ക് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ലൊരു അത്യാവശ്യം നല്ല വിട്ടുള്ള, നല്ല വൈഡായിട്ടുള്ള, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാർ ഹാൻഡിൽ വരുന്നുണ്ട്. അതിന് 2 സൈഡിലായിട്ട് ഒരു മിറേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബാർ മിറേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഒരു 10-15 കിലോമീറ്റർ ഇപ്പോൾ വൺ സൈഡ് ഓടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ ഒരു റിവ്യൂയും കാര്യങ്ങളും ജസ്റ്റ് വണ്ടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയുള്ളൊരു ഈ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പർപ്പസ്ഫുള്ളി നോക്കുവാണെങ്കിൽ നല്ല വിസിബിലിറ്റി തരുന്ന ഒരു മിറേഴ്സാണ് വരുന്നത്. പിന്നെ താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ട്രയംഫിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രയംഫ് എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം ബ്രാൻഡ് അല്ലെ, അതിൻ്റെ ഒരു പ്രീമിയംനെസ് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പോൾ അലോയ്സിൽ നോക്കിയാൽ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു സ്ക്രൂവിൽ നോക്കിയാൽ പോലും നമുക്ക് ട്രയംഫിൻ്റെ ആ ഒരു പ്രീമിയംനെസ് വണ്ടിയിൽ ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബജാജുമായിട്ട് കൊളാബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബജാജിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർട്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എഞ്ചിൻ അതാണോ, ഡോമിനൻ്റ് എഞ്ചിനാണോ, അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ബജാജിൻ്റെ പാർട്സായി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതൊക്കെ ജസ്റ്റ് റൂമേഴ്സ് മാത്രമാണ്. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്യൂർ ട്രയംഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഹെഡ്ലൈറ്റാണ്. ആ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് ഒരു പ്രീമിയംനെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ട്രയംഫിൻ്റെ ആ ഒരു ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫുൾ LED സെറ്റപ്പാണ് വരുന്നത്. വണ്ടി ഫ്രണ്ടിൽ നിന്നൊക്കെ ഓടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. കാരണം അമ്മാതി ഒരു അപ്പിയറൻസ് തരുന്ന ഒരു ഹെഡ്ലൈറ്റാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റും ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, LED ഇൻഡിക്കേറ്റേഴ്സ്. ലൈറ്റിംഗ് സെക്ഷൻ എല്ലാം LED സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ബാക്ക് ടൈൽ സെക്ഷൻ എല്ലാം ലൈറ്റ് സെറ്റപ്പ് എല്ലാം LED സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ USD4 കാണാൻ പറ്റും. 43mm USD4 ആണ് വരുന്നത്. അത് നമ്മൾ നോർമലി കണ്ടുവരുന്നൊരു ഗോൾഡല്ല, കുറച്ചുകൂടെയൊക്കെ ഒരു കത്തി നിൽക്കുന്ന ടൈപ്പ് ഒരു ഗോൾഡൻ കളറാണ് വരുന്നത്. 140 അതിൻ്റെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സ്റ്റോക്കായിട്ടിരുന്ന ടയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും ടയേഴ്സ് എന്ന് പറയുന്നത് അപ്പോളയാണ് വരുന്നത്. അപ്പോളോ ആൽഫ H1 എന്ന് പറയുന്ന ടയർ വെറ്റായാലും നോർമൽ എഡ്സിലായാലും നമ്മുടെ ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു ടയറാണ് കേട്ടോ അപ്പോളോ ആൽഫ H1 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ നമ്മുടെ സ്പീഡ് 400 ഫ്രണ്ടിൽ അപ്പോളോ ആൽഫ H1 110 ബാക്കിൽ 150 സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. 17 ഇഞ്ച് അലോയാണ് വരുന്നത്. നമ്മുടെ കൂടെ സ്ക്രാംബ്ലർ ഉണ്ട്. സ്ക്രാംബ്ലർ പുള്ളി വീഡിയോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്ക്രാംബ്ലറും ഇതും തമ്മിൽ സെയിം എഞ്ചിനാണെങ്കിൽ പോലും അതിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. 19 ഇഞ്ച് അലോയ്സൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വണ്ടിയുടെ സൈഡ് ലുക്ക് ഭയങ്കര നൈസാണ് കാണാനായിട്ട്. അവർ തന്നെ പ്രീമിയം മോഡലിൽ ഒന്നായിട്ടുള്ള നമ്മുടെ 900 അല്ലെങ്കിൽ അവർ ബോണിവൽ സീരീസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടി യങ്ങർ ബ്രദർ എന്നൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും. കാരണം 900ൻ്റെ ഒരു യങ്ങർ ബ്രദറാണ് കറക്റ്റ്. 900 ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട് അതിൻ്റെ ഡിസൈനായിട്ട് നോക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ പിന്നെ സൈഡ് ലുക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു റെട്രോ ഫീൽ ഭയങ്കരമായിട്ട് നമുക്ക് വണ്ടിയിൽ നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും.
സ്പീഡ് 400 എന്ന് ഈ ഒരു സൈഡിൽ മാത്രം ഒരു മിനിമലായിട്ട് അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു സൈസിലാണ് സ്പീഡ് 400 എന്നത്. ഇവിടെ ഒരു ബാഡ്ജിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് കൂളാണ് വരുന്നതെങ്കിൽ പോലും ഇവിടെ ഒരു ചെറിയൊരു ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. TR സീരീസിൽ വരുന്ന 400 cc ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ ആ ഒരു സൈഡൊക്കെ വരുന്നത്. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പറയുന്നത് 40 bhp ആണ്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 37.5 Nm ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രയംഫിൻ്റെ T ഷേപ്പിലുള്ള ആ ഒരു എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എക്സോസ്റ്റാണ്. ബാരൽ എക്സോസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ സൗണ്ടിന് ഡോമിനോ 400 സൗണ്ടുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് പിന്നെ കേട്ട ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, സെയിം എഞ്ചിൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്കിപ്പോൾ ഡോമിനർ സൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടേക്കും ഒരു ഡോമിനറിൻ്റെ 400 സൗണ്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു എക്സോസ്റ്റോ അങ്ങനത്തെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറയട്ടോ. എൻ്റെ ഡിഫറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഡിഫറൻ്റ് ആണ്. ഒരു ബാരൽ എക്സോസ്റ്റാണ് വരുന്നത്. നല്ല വലിയ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞൊരു 10-15 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ട്രാഫിക്കുള്ള സമയത്ത് ചെറിയ ഇടുങ്ങിയ റോഡിക്കിടയ്ക്കാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഈ ട്രാഫിക്കിലൊക്കെ നമ്മൾ വേറെ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് സൗണ്ട് കാരണം ഒരുപാട് പേര് വണ്ടി നോട്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലെ ഏതോ ഒരു വലിയ വണ്ടി വരുന്നുണ്ടോ എന്നൊരു ഫീലിൽ അവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. സൈഡിൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും ഉണ്ട്. സൗണ്ട് കാരണം നമ്മളെ യൂത്തൊക്കെ കുറച്ച് പയ്യന്മാരൊക്കെ വണ്ടിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സൗണ്ട് ഭയങ്കര നൈസാണ്. വിഷ്വൽ അപ്പിയറൻസും പൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ടൈൽ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ടൈൽ ലൈറ്റാണ് എനിക്ക് ഈ വണ്ടിയിൽ എനിക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് നിങ്ങൾ എന്ത് പറയുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഈ ഒരു ടൈൽ ലൈറ്റ് എനിക്ക് അത്ര ഒരു പേഴ്സണൽ എനിക്ക് അത്ര ഒരു ഓക്കെ ആയിട്ട് തോന്നിയില്ല കേട്ടോ. ആ റെട്രോ സ്റ്റൈലിങ് പിടിച്ചുകൊണ്ടാവണം നൈസായിട്ടൊരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ബാക്കിലത്തെ ഒരു വ്യൂ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ട് ഭയങ്കര നൈസ്, പക്ഷേ ഫ്രണ്ടിനൊത്തൊരു ബാക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാമല്ലാന്ന്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ സാരി ഗാർഡ്സ് വരുന്നുണ്ട്. പിന്നെ ഡിസ്കിൻ്റെ സൈസ് വരുന്നത് 300 mm ആണ്. ബൈബിളുടെ തന്നെയാണ് കാലിപ്പേഴ്സും കാര്യങ്ങളും വരുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്കും 230 ആണ്. ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊന്ന് കെയർ ചെയ്ത് നോക്കാം കേട്ടോ. കെയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm ആണ്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.4 ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം പ്ലാന്റഡ് ഫുട്ടാണെന്ന് വെച്ചാൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുട്ട് ഇത് നൈസായിട്ട് രണ്ട് സൈഡും പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കയറി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ടാങ്കാണ് കേട്ടോ. നമ്മൾ റെട്രോ സ്റ്റൈലിങ്ങാണ് ഈ വണ്ടി വരുന്നത്. 13 liters ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വണ്ടിയിലെങ്കിൽ ഹഗ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. നോർമലി നമ്മൾ വണ്ടിയുടെ പുറത്തിരുന്ന് പോകുന്നൊരു ഫീലാണ് കേട്ടോ. പക്ഷേ സീറ്റ് നല്ല വൈഡാണ്. അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ട്രിപ്പിൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഫുഡ് റെസ്റ്റ് കുറച്ചൊന്ന് ബാക്ക്വേർഡായിട്ടാണ് ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മീറ്റർ ഒന്ന് ഓണാക്കി വെക്കാം. മീറ്ററിൽ മിനിമലായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡിജിറ്റലും അനലോഗും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സ്പീഡോമീറ്ററാണ് വരുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ നമുക്ക് അനലോഗായിട്ടാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ നമ്മുടെ എഞ്ചിൻ ഓഫ്, ടൈം, പെട്രോളിൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ RPMൻ്റെ ഇവിടെ ഒരു മീറ്ററാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. സ്പീഡോമീറ്ററാണ് ഈ കാണുന്നത്. 180 വരെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ സൈഡ് സ്റ്റാൻഡ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സെറ്റിങ്സ് വാണിങ്. പിന്നെ സ്വിച്ചസിലൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഹൈ ബീം, ലോ ബീം, പിന്നെ ഈ ഒരു ഐ ബട്ടൺ ഉണ്ട്. ഈ ഐ ബട്ടൺ നമുക്ക് മീറ്റർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഹോണ്, ഈ ഒരു സൈഡിൽ നമ്മളെ എഞ്ചിൻ കിൽ സ്വിച്ചും, പിന്നെ ഇവിടെ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ സെൽ ബട്ടൺ ഭയങ്കര നോർമലാണ്. കാരണം നമ്മൾ റെട്രോ ബൈക്കിലൊക്കെ കാണാറുള്ള പോലെ മിനിമലായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയെ പറ്റി ജസ്റ്റ് ഒരു സ്പെക് റിവ്യൂ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എക്സോ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതാണ് കുറേ പേര് പറഞ്ഞാൽ നമ്മുടെ ഡോമിനറിൻ്റെ സൗണ്ട് അതിന് സിമിലാരിറ്റി ഉണ്ട്. നല്ല ഡോമിനറിൻ്റെ സെയിം സൗണ്ടാണെന്ന് കേട്ടോ. എനിക്ക് പക്ഷേ വണ്ടി ഇപ്പോൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നോട്ട് ദ സെയിം. കഴിച്ചപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് ഓൺ റോഡ് കയറിയിട്ടുണ്ട്. സ്ക്രാംബ്ലർ ഇതോ പോകുന്നു കേട്ടോ. സ്ക്രാംബ്ലർ ഞാൻ കുറച്ച് പേര് ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് സ്പീഡാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. കാരണം എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.4 ആണ്. പിന്നെ ഞാൻ അറിയാമല്ലോ, എനിക്ക് വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ക്രാംബ്ലറിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല സീറ്റ് ഹൈറ്റും കാര്യങ്ങളും ഉണ്ട്. ഹാൻഡിൽ ബാറും കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓടിച്ച സ്പീഡാണ്, അത് കഴിഞ്ഞിട്ട് സ്ക്രാംബ്ലർ ഓടിച്ച്. ഇപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സ്പീഡ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് സ്പീഡാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് നമ്മുടെ ഈ സ്പീഡാണ്. അപ്പോൾ ജസ്റ്റ് വണ്ടിയെ പറ്റി തോന്നിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പറയുന്നത് 40 bhp ആണ്. പിന്നെ ഇതിൻ്റെ ടോർക്കാണ് ഭയങ്കര ടോർക്ക് റിച്ച് ആയിട്ടുള്ള എഞ്ചിനാണ്. 37.5 Nm ടോർക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത്
ടോർക്ക് റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ റോഡിൽ പോലും നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ഗിയറിൽ തന്നെ നമുക്കൊരു 40 വെറുതെ പോകാൻ കേട്ടോ. വെറുതെ ക്ലച്ച് പോലും പുള്ള് ചെയ്യേണ്ട, അത്രയും ടോർക്ക് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻജിൻ ഇടിക്കുന്ന കാര്യം നിങ്ങൾ പേടിക്കേ വേണ്ട. ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങളൊരു 100cc ഓടിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ എൻജിൻ ഇടിച്ച് വണ്ടി ഓഫ് ആവോ അങ്ങനെയുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്കും നൈസായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. എടുത്തടിക്കുന്ന പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലപോലെ പവറുണ്ട്. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ എൻ്റെ ഇവിടെ എക്സിക്യൂട്ടീവ് ഇല്ലായിരുന്നു, സ്ക്രാംബ്ലറിലായിരുന്നു. പക്ഷേ പുള്ളിക്കാർ ഇപ്പോൾ എൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കൈ കൊടുത്താൽ വന്നത്. ആ ഒരു ഞാൻ പല 400cc ബൈക്ക് ഇപ്പോൾ ഒരു എന്താണ് സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ NS 400 ഓടിച്ചിട്ടുണ്ട്. അത് NS 400 ആ ഒരു 373cc എഞ്ചിനെ കാട്ടിയും പുള്ള് എനിക്ക് ഇതിൽ ഫീൽ ചെയ്ത് കേട്ടോ. ട്രയംഫിൻ്റെ ഈ ഒരു 398cc എഞ്ചിനിൽ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇരിക്കുന്ന ഈ റൈഡിംഗ് പോസ്റ്റിൽ ഇരുന്നുകൊണ്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് നല്ല വൈഡായിട്ടുള്ള, നേരത്തെ പറഞ്ഞ ലെങ്തി ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്, നല്ല വിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്. പിന്നെ മീറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മിനിമലായിട്ടുള്ള ഫീച്ചേഴ്സ്, മിനിമം എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് ABSൻ്റെയും ട്രാക്ഷൻ കൺട്രോൾ അല്ലാത്ത വാണിംഗ് ലൈറ്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. എഞ്ചിൻ ടെമ്പറേച്ചർ, ഓയിൽ ലെവൽ, വാണിംഗ്, പിന്നെ എന്താണ് ഇപ്പുറത്തെ സെക്കൻഡ് ഡിസ്പ്ലേ, ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ സർവീസ് റിമൈൻഡർ, ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഒരാൾക്കത് മതി. ഇതിൽ കൂടുതൽ എന്താ, നോർമലി നമുക്കിപ്പോൾ കണ്ടുവരുന്ന ഒരു എന്താണ് സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്കത് മതി. ഇതിൽ കൂടുതൽ ഇപ്പോൾ ഒരുപാട് സ്പെക്ക് ഉണ്ടായാലും ഇത് ആരും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് ഇതിൽ ഡ്യുവൽ ചാനൽ ABS ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് 300mm ആണ് വരുന്നത്. ഒരു 400cc ബൈക്കിന് നോർമലി കാണാനുള്ള ഒരു 320 ഒക്കെയാണ് നോർമലി നമ്മൾ കണ്ടുവരുന്നത്. 320 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബൈറ്റ് ഫീൽ ചെയ്തതിന്. കാരണം ഇതിൻ്റെ ഒരു എന്താണ് ഒരു 5K ഒരു 6K ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം 5K 6K ഒക്കെ RPM കയറാൻ വേണ്ടിയിട്ട് വണ്ടി ഒരുപാട് ഡിലേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ നിങ്ങളൊന്ന് ഗിയർ ഡൗണോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമേ ഇല്ല, കാരണം അത്രയും ടോർക്ക് കിടക്കുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കേട്ടോ. വെറുതെ വണ്ടി ഞാൻ കയറി പൊക്കോളും. ഞാൻ പറഞ്ഞാൽ എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ടോർക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല വണ്ടിയുടെ ടോർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ ആ ഒരു പുള്ളുണ്ടല്ലോ, 40 bhp പുള്ള് പിടിച്ചിരുന്നോ, സോറി 40 ഏരിയ കൈയെടുത്ത് തരട്ടെ. പുള്ളി ബാക്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് ചെറുതായിട്ടൊന്നും മലന്നു, കാരണം അത്രയും പുള്ള് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 40 bhp പവർ ഈസ് ഇൻസൈൻ മാൻ. എന്നെ സംബന്ധിച്ചുള്ള, കാരണം ഞാൻ ഭയങ്കര വെയിറ്റ് ഫ്രീ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വണ്ടിയുടെ ത്രോട്ടിൽ കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വെയിറ്റ് ഒന്നും വണ്ടിക്ക് ഒന്നുമല്ല. കാരണം വണ്ടിയിൽ നോർമലി സ്റ്റോക്കായിട്ട് വരുന്ന ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു വെയിറ്റിൽ വണ്ടിക്ക് പറന്നങ്ങ് നിന്നോളും കേട്ടോ. ഞാൻ കൈയെടുത്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വണ്ടി പറക്കും. ഞാൻ പിന്നെ ഹാൻഡിൽ ഇങ്ങനെ ഇറക്കി പിടിച്ച് വീഴാതെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി വണ്ടി. ഭയങ്കര ഫണ്ണാണെന്ന് ചോദിച്ചാൽ നൈസാണ്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് വണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് ട്രയംഫ് ഈ ഒരു വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ട് നേരിട്ട് ഇത്രയും അടുത്ത് അല്ലെങ്കിൽ ഇത്രയും സമയം നേരിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ്. വണ്ടി ഇത്രയും നേരം ഓടിക്കാൻ കിട്ടുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ വണ്ടിയെ പറ്റി വേറെ പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് ഇപ്പം നൈസായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹീറ്റിംഗ് ഇപ്പം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല ട്രാഫിക്കിലാണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈയെടുത്ത് നോക്കാം. വണ്ടി കണ്ട നല്ലോണം കയറുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടിക്ക് കയറാനായിട്ട്. ആ ഒരു ടോർക്കിൻ്റെ പുള്ള് ഒരു രക്ഷയില്ല മാൻ. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ഇപ്പോൾ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നൈസായിട്ടൊരു പെരുപ്പം പോലെ ഉണ്ട്. കാരണം ഇത് ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്. ടെസ്റ്റ് റൈഡ് വണ്ടി ആയതിൻ്റെ പലരും പല രീതിക്കാണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് റൈഡ് വണ്ടി ഓടി ഒരു പിരുന്ന ആ ഒരു ഫീലുണ്ട്. ശരിക്കും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ടെസ്റ്റ് റൈഡ് വണ്ടി ആയതുകൊണ്ട് ഒരുപാട് പേര് പല രീതിക്ക് ഓടിച്ച് അതിൻ്റെ ഒരു പ്രശ്നമാണോ എന്നറിയില്ല. വൈബ്രേഷനും ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സീറ്റ് ഭയങ്കര സോഫ്റ്റ് അല്ല. കാരണം ഭയങ്കര ഒരു കംഫർട്ടല്ല. നെഗറ്റീവ് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ സീറ്റ് എന്തായാലും പറയും. ഓക്കെ, ട്രാഫിക് ആയി ഗൈസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. സീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സീറ്റ് മൊത്തത്തിലുള്ള ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത്. നമ്മൾ സ്ക്രാംബ്ലറിലാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. ഇതിൽ സിംഗിൾ സീറ്റാണ് വരുന്നത്. ഭയങ്കര ഒരു സോഫ്റ്റ് അല്ല, ഭയങ്കര ഒരു കുഷൻഡായിട്ടുള്ളൊരു സീറ്റ് അല്ല കേട്ടോ വരുന്നത്. അത്യാവശ്യം ഹാർഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കംഫർട്ടബിളാണ് കേട്ടോ വണ്ടി. പിന്നെ ടാങ്കിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 13 ലിറ്റേഴ്സാണ് ടാങ്ക് വരുന്നത്. പിന്നെ അത് റെട്രോ ബൈക്ക് ആയതുകൊണ്ടും ഒരു ഭയങ്കര മിനിമലായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ആയതുകൊണ്ടും കേട്ടോ. നമ്മൾ വണ്ടിയുടെ പുറത്തിരുന്ന് പോകുന്ന
പോകുന്നൊരു ഫീലാണ്. ഒറ്റ സീറ്റാണ്, സിംഗിൾ സീറ്റാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ പുറത്ത് ഇരുന്ന് പോകുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് കേട്ടോ. ഇങ്ങനെ ടാങ്ക് ഇങ്ങനെ കാലിങ്ങനെ ഹഗ് ചെയ്ത് ഇരിക്കുക അങ്ങനെ ഓടിക്കുന്ന ആ ഒരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ട്രയംഫിൻ്റെ തന്നെ 900 സ്പീഡിൻ്റെയൊക്കെ 900 ഉണ്ടോ, 900 നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ. യങ്ങർ ബ്രദർ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ അവർ ബോണിയോൽ സീരീസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. പക്ഷേ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ NS400 റിവ്യൂ പറഞ്ഞ കണക്ക് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയെ നമുക്ക് ഇങ്ങനെ അധികം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ ഒരു ട്രയംഫിൻ്റെ പ്യൂർ ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡ് ക്വാളിറ്റി ഭയങ്കര നൈസാണ് കേട്ടോ. എന്നാൽ റൈഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ്റെ റെസ്പോൺസ് ആയാലും ഭയങ്കര നൈസാണ്. ട്രയംഫ് എന്നൊക്കെ പറയുന്ന ഒരു എന്താണ് ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് കണ്ട നമ്മൾ ഇപ്പോൾ നമുക്കൊരു ഇന്ത്യക്കാരൻ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ ആ ഒരു പ്രൈസിൽ അവർ ലോഞ്ച് ചെയ്തെന്ന് അറിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടി ഒരു 400cc ബൈക്ക് അവർ ഇറക്കിയെന്ന് അറിയുമ്പോഴത്തേക്കും നല്ല ശരിക്കും പറയാൻ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മാസം വരെ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ ഈ August 31 വരെ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ വാങ്ങാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 3.3 ആണ്. 3,30,33 ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാസം 31 വരെ നിങ്ങൾക്ക് ഓഫേഴ്സിൽ വാങ്ങാൻ പറ്റും. അതായത് ഒരു ഓൺ റോഡ് എന്ന് പറയുന്നത് 297 നിങ്ങൾക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അപ്പോൾ ഈ മാസം August 31 വരെ ഉണ്ടാകും ആ ഒരു ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു എക്സാക്റ്റ് മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ജസ്റ്റ് ടെസ്റ്റ് ആയിട്ട് നോക്കുക വണ്ടി. എനിക്ക് എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 400cc ബൈക്ക് നമ്മളങ്ങനെ അധികം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടില്ലാത്തൊരു സെഗ്മെൻറ്റാണ്. നമ്മൾ NS400 ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡോമിനോ 400 റിവ്യൂ പോലും മര്യാദയ്ക്ക് ഒരു റൈഡ് റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ പറയാം, ഇത് ജസ്റ്റ് പ്യൂർ ട്രയംഫ്. ഇതൊരു ട്രയംഫ് മാജിക്കാണ് ഈ ഒരു വണ്ടി. ഒരു 400cc സെഗ്മെൻറ്റിൽ അതും ഇത്ര ഒരു പ്രൈസിങ്ങിൽ ഇങ്ങനെ ഒരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് നല്ല പവറിൻ്റെ വണ്ടി. നല്ല പവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വെയിറ്റൊക്കെ വെച്ചിട്ട് വണ്ടി എന്നെ കൊണ്ട് പറക്കുന്നു. ആ ഒരു ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ. പിന്നെ റൈഡ് ബൈ വയറാണ് വരുന്നത്. പിന്നെ കുറച്ച് ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഉള്ളത് USB പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ കീയുടെ താഴെയായിട്ട് നമ്മുടെ കീസെറ്റിൻ്റെ താഴെയായിട്ട് ഒരു USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ റൈഡ് ബൈ വയർ ഉണ്ട്. അതിൻ്റെ ചാട്ടവും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വെറും ചാട്ടമല്ല, നല്ലപോലെ നല്ല ഇനിഷ്യൽ പുള്ളിങ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ ഓൺ റോഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര റിച്ചാണ് വണ്ടി. ഭയങ്കര ഒരു ക്വാളിറ്റി റിച്ചാണ്. ആ ഒരു ട്രയംഫിൻ്റെ ക്വാളിറ്റി, റൈഡ് ക്വാളിറ്റി നമുക്ക് ആ ഒരു എല്ലാ സൈഡിലും എല്ലാ ആംഗിളിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൽഫ H1 സ്റ്റോക്ക് ടയേഴ്സ് വരുന്നതെന്ന്. ആൽഫ H1 പറ്റി ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരുപാട് പ്രൂവ് ആയിട്ടുള്ള ടയറാണ്. കോർണറിങ് കോൺഫിഡൻസ് നല്ലപോലെ കിട്ടുന്നുണ്ട്. ബ്രേക്കിങ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് 320 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബൈറ്റ് കിട്ടിയേനെ. ഇത് 300 ബാക്ക് 230 വരുന്നത്. ജസ്റ്റ് ഓക്കെയാണ്, അത്ര മോശമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ വണ്ടി നല്ലപോലെ കയറുന്നുണ്ട് കേട്ടോ. ആ ഒരു കയറുന്ന കയറ്റത്തിന് 300 മതിയോ എന്ന് ചോദിച്ചാൽ 320 ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി തീരാറായതാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നൊന്നും അറിയാൻ വയ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം ട്രയംഫ് സാരഥി ട്രയംഫിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചേക്കാം. നിങ്ങൾക്ക് ബുക്കിംഗ്, എൻക്വയറി, EMI ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ബുക്ക് ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് റൈഡിനാണെങ്കിലും വണ്ടി അവൈലബിൾ ആണ്. ഇതിപ്പോൾ ടെസ്റ്റ് റൈഡ് യൂണിറ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് അറിയാൻ വയ്യ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എത്ര കമൻറ്റ് ഇടുമെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ഇടാറില്ല, എങ്കിൽ നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ പറ്റുമെങ്കിൽ കമൻറ്റ് ഇടുക എങ്ങനെ ഉണ്ടെന്ന്. ഇത് ജസ്റ്റ് ബിഗിനർ റിവ്യൂ ആണ്. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ പറയുന്ന പോലെ റിവ്യൂ ഒന്നുമല്ല. ഒരു സാധാരണക്കാരൻ ഓടിക്കുമ്പോൾ അവനുണ്ടാവുന്ന ഫീലിങ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര വേറെ ആരുടെയും റിവ്യൂ ആയിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കമ്പയർ ചെയ്യരുത്. വെറും ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഒരു വണ്ടി അവൻ്റെ കൈ കിട്ടുമ്പോൾ അവന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.